ഹരിതെന്ത് തോന്നുന്നു? 7 months ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ. ഹരിത ഷൂട്ടിന് വന്നതാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹരിത എന്റെ ഇവിടെ സ്റ്റേ പോലും ചെയ്യുന്നില്ല. അതിന് മുമ്പ് പോവാ. മാധവി വന്നോ? മാധവിയാണോ അത്? ഹരിതയുടെ വണ്ടി വരാനുണ്ട്. ഹരിതനെ അതിൽ കയറ്റി വിടണം ഈ ലോറിയില്. ഈ ബസ്സിന്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞ. എന്റെ ബ്രൗൺ കളർ ഹെയർ കാണാനുണ്ടോ? ഹെയർ ഫോക്കസ് ആവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. മാധവി ഇപ്പൊ വരും. അതല്ലേ ഹരിതയുടെ വണ്ടിയുടെ വരാം. ഞാൻ പുതിയതായിട്ട് കളർ ചെയ്തു. എന്താ അഭിപ്രായം ഹരിത? ഞാൻ ശരിക്കുള്ള അഭിപ്രായം പറയണോ? അതോ? അതെനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സാൻഡ്രയുടെ കളർ ചെയ്യാമെന്നാ വിചാരിച്ചത്. പിന്നെ സാൻഡ്ര ഇങ്ങനെ കൊണ്ടുവരുമ്പോ ശരിയാട്ടോ, നമുക്ക് വായിലോട്ട് ക്യാമറ കൊണ്ടുവരുന്ന പോലെ തന്നെ തോന്നല് വരും. സാൻഡ്രയ്ക്ക് കളർ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു 2 പാക്കറ്റ് മേടിച്ച് ഞാനും കൂടെ ഒന്നുകൂടെ കളർ ചെയ്യാമെന്നത്. ഞാൻ കളർ ചെയ്തു. ക്യാമറ വന്നാ ഹരിത ഇങ്ങനത്തെ ശരിയാ. ശരിയെന്നാ, ബൈ ബൈ. ഹരിത ഇപ്പൊ ഡോക്ടർ ഹരിതയാ. ഇനി എന്തെങ്കിലും പറ്റി എല്ലാവരും ഹരിതനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരിയെന്നാ, ബൈ ബൈ. ബൈ ബൈ പറ. ബൈ. ഇവിടെ ചിരി കഴിഞ്ഞു. ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ ഈ റോബിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഔട്ട്ഫിറ്റ്സ് ഈ ഒരു റോബ് ഡ്രസ്സ് നിങ്ങൾ എപ്പോഴും കാണുന്നത്. അപ്പോൾ എനിക്കിന്ന് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഞാൻ ഓണം മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇന്നലെ എൻ്റെ കസിൻ വന്നായിരുന്നു. ഇന്നലെ എനിക്കൊരു ഓണം ഇവൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എൻ്റെ കസിൻ വന്നായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസ് ആയിരിക്കും നിങ്ങളിപ്പോൾ കണ്ടത്. ഹരിത. അപ്പോൾ ഹരിതയ്ക്ക് ഇവിടെ എന്തോ ഒരു ഷൂട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഹരിത ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയി. പാവം 4 കൊല്ലം പഠിച്ച് ലാസ്റ്റ് ഗ്രാജുവേറ്റ് ആയി. ഇവർക്ക് എക്സാമൊക്കെ എന്തോ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തോ 7 മാസമൊക്കെ അടുപ്പിച്ച എക്സാമൊക്കെ ഉണ്ടായിരുന്നു. വെരി ടഫ്, വെരി വെരി ടഫ്. യെസ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആയിരുന്നു കേക്ക് കട്ടിങ് എല്ലാം. അത് കഴിഞ്ഞിട്ട് ഹരിത പോയി. ഇപ്പം ഞാൻ ഓഫീസിൽ പോവാം. ഇനി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ പോകും. ഞാൻ ഓഫീസിലത്തെ സെലിബ്രേഷൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. കാരണം നമ്മളിന്ന് എല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ യെസ്, അതാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. ആൻഡ് സാൻഡ്രയുടെ ഉണ്ട്. സാൻഡ്ര ഇപ്പോൾ വരും. എനിക്ക് തോന്നി സാൻഡ്ര ഇപ്പൊ വരും. എനിക്ക് തോന്നാനിപ്പോ അത് കൂടെ വരുന്നു. യെസ്, അപ്പം ഞാൻ എൻ്റെ ഒരു നൈസിനമൈഡ് ഫോക്സൈലിൻ്റെ ഇത് ഉപയോഗിച്ചു. കാരണം കുറച്ചും കൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും മേക്കപ്പ് ചെയ്യുമ്പോൾ. ആൻഡ് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ടിൻറ്റ് ഞാൻ ഭയങ്കര മിനിമൽ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ടൈമില്ല. ആൻഡ് കുറച്ച് സൺസ്ക്രീൻ. എൻ്റെ ഈ സൺസ്ക്രീൻ കഴിയാറായി. ഇതേതാ UV ഡോക്സിൻ്റെ സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ. യെസ്, അമ്മേ. ഓക്കെ, ഓണത്തിന് ഞാൻ 5th ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോവും. 5th ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ സോറി 4th ഈവനിങ് ഞാൻ വീട്ടിൽ പോവും. 5th ഓണം എന്നിട്ട് അവിടെ ആയിരിക്കും. അപ്പോൾ 5th അമൃതേച്ചിയുടെ ഹസ്ബൻഡ് മിഥുൻ ചേട്ടൻ, അതായത് അമൃതേച്ചിയുടെ ഹസ്ബൻഡും കൂടെ വരും വൈകുന്നേരം. പിന്നെ അമൃതേച്ചി ആ വീക്കെൻഡ് ഉണ്ടാവും. ആൻഡ് നല്ല ഫുഡ് കഴിക്കാം. ആൻഡ് ഇന്നും ഞാൻ നല്ല ഫുഡ്. ഞാൻ ഇന്നലെ സദ്യ കഴിച്ചു. ഞാൻ ഇന്ന് സദ്യ കഴിക്കും. ഇനി ഞാൻ 5th സദ്യ കഴിക്കും. ഞാൻ 3 സദ്യ ടോട്ടൽ കഴിക്കും. അതിലും ബെറ്റർ താൻ്റെ വർക്കിംഗ് സീന. ഓക്കെ, സൺസ്ക്രീൻ ഇട്ടു. യെസ്, എൻ്റെ കുറച്ചും കൂടെ കളർ ഇപ്പോൾ കാണാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വീഡിയോയിലിടോ എൻ്റെ ഇപ്പോഴും എന്താ പറയുക കളറില്ലാത്ത പോലത്തെ ഒരു ഫീലാ.
അതെന്താണെന്നറിയോ, ഒരു ലൈറ്റ്, പ്രത്യേക ലൈറ്റ് ഫോളോ ചെയ്യുമ്പം നല്ല ലൈറ്റ് കളർ ഫീൽ ചെയ്യും. ഞാൻ ഒന്നുകൂടെ കളർ ചെയ്തു. ഞാൻ കളർ ചെയ്തിരിക്കുന്നത് ഏതാണെന്നറിയോ, പാരഡൈസിൻ്റെ ബ്രൗൺ എസ്പ്രസോ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെറുതെ മേടിച്ചിട്ട് അങ്ങ് തേച്ചു ഞാൻ. അല്ലാണ്ട് ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. ഞാൻ സാൻഡ്രയുടെ തേച്ച് കൊടുത്തു, സാൻഡ്ര എൻ്റെ തേച്ച് കൊടുത്തു, അല്ല തന്നു. അങ്ങനെയാണ് ഞങ്ങൾ കളർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളത് മേടിച്ച് തേച്ചോ, മോശമായിട്ട് തോന്നുവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ ജസ്റ്റ് ഐബ്രോസ് ഞാൻ ചെയ്തു, ലൈറ്റായിട്ടേ ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടെ ചെയ്യാല്ലേ, കാരണം ഞാൻ വന്നിട്ട് സദ്യക്ക് പോവാ. സദ്യ നല്ലതായാൽ മതിയായിരുന്നു. ഇന്നലത്തെ സദ്യ ഞാൻ ഷെഫ് പിള്ളയുടെ സദ്യ ഇന്നലെ കഴിച്ചത്, ഷെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റിലത്തെ. അത് ആക്ച്വലി ഞാൻ കുറേ ആൾക്കാർ ഭയങ്കര ഓവർ റേറ്റഡാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ഒന്ന് എക്സ്പെക്റ്റേഷൻസ് വെക്കാണ്ടാണ് പോയത്. പക്ഷേ അതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ലതായിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് ഞാൻ എന്തായാലും മോശമായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോയോണ്ട് കഴിച്ചപ്പോൾ ഞാൻ നോട്ട് ദാറ്റ് ബാഡ് എന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് കുറച്ച് കൺസീലർ ഇടാം. തോടാ ഇന്ന് എനിക്ക് ഹെവി മേക്കപ്പ് ചെയ്യാനുള്ളൊരു മൂഡെല്ലാം ടൈമും ഇല്ല. ഐ തോട്ട് ഫസ്റ്റ് ഭയങ്കര ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്, ഓണം മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആക്ച്വലി സമയം കിട്ടിയില്ല. ഞാൻ എണീറ്റ് കുറച്ച് ലേറ്റായി. പിന്നെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്തു. പിന്നെന്താ, യെസ്, അത്രയൊക്കെ തന്നെ ചെയ്തുള്ളൂ. അത്രയൊക്കെ തന്നെ ഹാപ്പൻ ചെയ്തുള്ളൂ എൻ്റെ ലൈഫിൽ. അതാ ഫുൾ കൺസീൽ ചെയ്യുന്നില്ല കണ്ണിൻ്റെ അടിയിൽ, ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് കൺസീലർ. അപ്പോൾ എന്താ പറയുക, നാച്ചുറലായിട്ടും തോന്നിക്കണം, പക്ഷെ അത്രയ്ക്ക് നാച്ചുറൽ ആവരുത്. കാരണം കുറച്ച് കൺസീൽ. ഞാൻ ഈ കൺസീലർ ബ്രഷ്, എൻ്റെ കൺസീലർ ഏതാന്ന് ഇപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഇത് മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറേസർ മൾട്ടി യൂസ് കൺസീലർ ഇൻ ദ ഷെയ്ഡ് ഏതാ, ക്യാരമലാണെന്ന് തോന്നുന്നു. ക്യാരമൽ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഫെൻഡി ബ്യൂട്ടീൻ്റെ. ഫെൻഡി ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് ഞാൻ ആശിച്ചിരിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ കൊടുത്ത് ഞാൻ മേടിക്കേണ്ടി വന്നില്ല. എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് 400N. അപ്പോൾ നിങ്ങൾക്ക് ഫെൻഡി ബ്യൂട്ടി മേടിക്കാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അത് മേടിച്ചോളൂ. ആക്ച്വലി നല്ലതാണ്. അല്ലെങ്കിൽ മേബിലിൻ്റെയും ആക്ച്വലി ഭയങ്കര നൈസാണ്. എനിക്കങ്ങനെ എന്താ പറയുക, അത് ഫെൻഡി ബ്യൂട്ടി ആയതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വലി രണ്ടും നൈസാണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. ആൻഡ് ഇത് ഏതിൻ്റെ ഐ ഷാഡോ, മാർസിൻ്റെ ഒരു ഐ ഷാഡോ ആണ്. ലക്നൗ എന്ന് പറഞ്ഞ ഷെയ്ഡ്, അല്ല ലക്നൗ എന്ന് പറഞ്ഞ പാലറ്റ്. യെസ്, അങ്ങ് ഇടും കുറേ ഐ ഷാഡോസ്, ഏതൊക്കെയോ കളറ്, എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്യും. അതാണ് എൻ്റെ ഒരു മെയിൻ പണി. അല്ലാണ്ട് ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് എനിക്കിങ്ങനെ ഐ ഷാഡോ ഭയങ്കര ഇതായിട്ട് നിൽക്കണ ഇഷ്ടമല്ല. എനിക്കത് എൻ്റെ സ്കിന്നിലോട്ട് അലിഞ്ഞു ചേരണം. യെസ്, ഇനി നമുക്ക് ഇതിടാം. ഐസിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഐ ഷാഡോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക്. എനിക്കിങ്ങനെ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഐലൈൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഇങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്ത ഐലൈനർ ലുക്ക് കിട്ടും. സത്യം ഇടും, കണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ലൈൻ കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ എന്തോ ഉണ്ട്. അത് മനസ്സിലായോ? അത് ഇതിലും കൂടുതൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയാം. യെസ്, ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അപ്പം നമുക്കൊരു സ്മോക്കി എഫക്റ്റ് വരും. സ്മോക്ക് ചെയ്ത എഫക്റ്റ് അല്ല, സ്മോക്ക് ചെയ്യരുത് ആരും. കുറച്ചൊരു ഗ്ലിറ്റർ ഇടാല്ലേ, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇട്ടത്. വൃത്തികേടായോ? സംടൈംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വൃത്തിയായിട്ട ലുക്കിലോട്ട് പോകും. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അത് വൃത്തിയാക്കാൻ നോക്കണം.
താൻ അങ്ങനെ ചെയ്യേ. തനിക്ക് വരുന്ന എന്തെങ്കിലും വേണോടോ? ഇത്ര ഡാർക്ക് ആവണ്ട. ഞാൻ കരുതി ന്യൂഡ് ലിപ്സ്റ്റിക്. സാരി എടുക്കട്ടെ. സാരി ഡ്രൈപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ പോയി നിന്നിട്ട് ഇപ്പൊ സദ്യ കഴിക്കാൻ വന്നിരിക്കും അവരുടെ ഒക്കെ കൂടെ. നമ്മുടെ പ്ലാൻ ഫസ്റ്റ് എല്ലാവരും സാരി ഉടുത്തിട്ട് വരാമെന്നൊക്കെയായിരുന്നു. ഇപ്പം ഞാൻ മാത്രമാണ് സാരി ഉടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇനി വൈകുന്നേരം പോയിട്ട് സാരി ഉടുത്തിട്ട് നമുക്ക് പിക്ചേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ വിചാരിച്ചു നമ്മൾ സാരി ഉടുത്തിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന്. പിന്നെ ടൈമിംഗ് ഒന്നും അങ്ങ് ശരിയായില്ല. ദിസ് ഇസ് ദ സദ്യ. ആക്ച്വലി നൈസ് സദ്യ. അത് പുളിഞ്ചി പോലത്തെ അത് ഇഞ്ചി കറി എന്താണ്? ബ്യൂട്ടിഫുൾ ലേഡീസ്. ഈ ഒരു മിനിറ്റ്, നമ്മൾ സാരി കൊടുത്ത് പിക്ചേഴ്സ് എടുക്കാൻ പോവാൻ. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് കഴിക്കാൻ പോവാ? അല്ല കഴിക്കാനല്ല, ഫോട്ടോ എടുക്കാൻ പോവാം. ഐ ആം ബാക്ക് ഹോം. ഞാൻ എന്താ പറയുക, നമ്മൾ ഇവിടെയൊക്കെ പോയി. നമ്മൾ പിക്ചേഴ്സ് എല്ലാം എടുക്കാൻ പോയി. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഡിന്നർ കഴിച്ചു. ആൻഡ് അമീന ഒക്കെ പോയി. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് പോലെ. ഞാൻ മോസ്റ്റ് ഓഫ് ദ തിങ്സ് എടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മിക്കവാറും നെക്സ്റ്റ് ഓണം വ്ളോഗ് ആയിരിക്കും. ഓക്കെ, ബൈ ബൈ.